ഇപ്പോൾ സമയം ഏപ്രിൽ 30 വ്യാഴാഴ്ച. മാർക്കറ്റ് അവസാനിച്ചിട്ടുണ്ട്. മാർക്കറ്റ് അവസാനിക്കുന്ന ആ ഒരു സമയത്തോട് കൂടിയിട്ടാണ് ഞാൻ ട്രേഡിലേക്ക് എൻ്റർ ചെയ്തിട്ടുള്ളത്. സോ ഇത് സെൻസെക്സിൻ്റെ ചാർട്ടാണ്. സോ എൻട്രി എന്ന് പറയുന്നത് ഏപ്രിൽ 30 വ്യാഴാഴ്ച, തേഴ്സ്ഡേ. എന്താണ് തേഴ്സ്ഡേയുടെ പ്രത്യേകത? എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെയാണ് സെൻസെക്സിൻ്റെ എക്സ്പയറിയാണ്. സോ സെൻസെക്സിൻ്റെ ഒരു എക്സ്പയറി ട്രേഡ് എൻഡ് ചെയ്തിട്ട് അടുത്ത വീക്കിലേക്കുള്ള എക്സ്പയറി ട്രേഡ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഏപ്രിൽ 30 വ്യാഴാഴ്ച, ഇനി അടുത്ത വീക്കിലേക്കുള്ള എക്സ്പയറി. അടുത്ത എക്സ്പയറി എന്ന് പറയുന്നത് മെയ് 7-നാണ്. സോ മെയ് 7-നുള്ള സെൻസെക്സിൻ്റെ എക്സ്പയറി ഒരു ട്രേഡ് ഞാൻ ഈ ഒരു സമയത്ത് തന്നെയാണ് എൻ്റർ ചെയ്യുന്നത്. സോ എൻട്രി സമയം നമ്മുടെ എക്സ്പയറി ഡേ അവസാനിച്ച ഉടനെ അടുത്ത, അല്ലെങ്കിൽ എക്സ്പയറി ഡേ അവസാനിക്കുന്നതോട് കൂടിയിട്ട് അടുത്ത വീക്കിലേക്കുള്ള എക്സ്പയറിയിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യും. ഓക്കെ. സോ സെൻസെക്സിൻ്റെ ഒരു 15 മിനിറ്റ് ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ എക്സ്പയറി എന്ന് പറയുന്നത് മെയ് 7. സോ എനിക്ക് ഈ ഒരു ദിവസത്തിലുള്ള പ്രൈസ് മൂവ്മെൻറ്റ് മാത്രം നോക്കിയാൽ മതി. ഈ ഒരു സമയത്തിനുള്ളിൽ നമ്മുടെ ട്രേഡ് ഒന്നെങ്കിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ട്രേഡ് അതിലെന്തായാലും എൻഡ് ചെയ്യും. ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മെയ് 1 മാർക്കറ്റ് അവധിയാണ്. ഫ്രൈഡേ മാർക്കറ്റ് അവധിയാണ്. മെയ് 2 മെയ് 3 അവധിയാണ്. ദെൻ മെയ് 4 ഇനി മാർക്കറ്റ് ഓപ്പൺ ചെയ്യുള്ളൂ. ഓക്കെ. ഒരു 3 ദിവസത്തെ ഒരു ലോങ് വീക്കെൻഡാണ് അവിടെ വരുന്നത്. സോ ആ ഒരു വീക്കെൻഡിൽ ഉണ്ടാകുന്ന ഒരു തീറ്റ എഫക്റ്റ് കൂടെ ക്യാച്ച് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടൊക്കെ ഇന്ന് തന്നെയാണ് ഞാൻ ട്രേഡിൽ എൻ്റർ ചെയ്യുന്നത്. ഓക്കെ. ഗ്ലോബലി മാർക്കറ്റുകളൊക്കെ കുറച്ച് ന്യൂസസ്, പിന്നെ യുദ്ധത്തിന് അറൗണ്ട് ആയ ന്യൂസസുകളൊക്കെ വരുന്നുണ്ടെങ്കിലും വലിയൊരു മൂവ്മെൻറ്റ് എന്തായാലും ഇനി ഉണ്ടാവാൻ പോകുന്നില്ല. ഈവൻ ഇപ്പോഴത്തെ കേസിൽ നിന്ന് വേസ്റ്റ് ആവുകയാണെങ്കിലും കുറച്ച് മെച്ചപ്പെടുകയാണെന്നുണ്ടെങ്കിലും അത് ആൾറെഡി ആളുകൾ ആ ന്യൂസൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. സോ ഇനി മാർക്കറ്റ് അതിനനുസരിച്ച് റിയാക്ട് ചെയ്യില്ല എന്നാണ് എൻ്റെ വ്യൂ. സോ ഞാനിവിടെ ട്രേഡ് പ്ലാൻ ചെയ്യാനായിട്ട് പോവാണ്. സോ ഞാനിവിടെ പ്ലാൻ ചെയ്യാൻ പോകുന്ന ട്രേഡ് സെൻസെക്സിലേക്ക് ഒരു ഷോർട്ട് സ്ട്രാങ്കിൾ പൊസിഷനിലേക്ക് എൻ്റർ ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഷോർട്ട് സ്ട്രാങ്കിൾ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ നമ്മളൊരു കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യും. ദെൻ അതുപോലെ തന്നെ നമ്മളൊരു പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യും. ഇപ്പോൾ കോളും പുട്ടും മറ്റേ ടൈം നമ്മൾ എൻ്റർ ചെയ്യുന്നു. കോളും പുട്ടും മറ്റേ ടൈം എൻ്റർ ചെയ്ത ശേഷം നമ്മൾ വിചാരിച്ച പോലെ നമ്മൾ സെല്ല് ചെയ്ത കോളിൻ്റെയും പുട്ടിൻ്റെയും ഇടയിൽ മാർക്കറ്റ് എക്സ്പയർ ആവുകയാണെങ്കിൽ ഇപ്പോൾ ഔട്ട് ഓഫ് ദ മണിയിലുള്ളൊരു കോൾ ഓപ്ഷനും സെല്ല് ചെയ്യും, ഔട്ട് ഓഫ് ദ മണിയിലൊരു പുട്ട് ഓപ്ഷനും സെല്ല് ചെയ്യും. നമ്മൾ വിചാരിച്ച പോലെ ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് എക്സ്പയർ ആയി കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് എടുത്തിട്ട് ട്രേഡ് അവസാനിപ്പിക്കാം. ഞാൻ ഉദ്ദേശിക്കുന്നത് സെൻസെക്സിൽ അറൗണ്ട് ഒരു 20 റുപ്പീസ് പ്രീമിയം വരുന്ന പുട്ട് ഓപ്ഷനും കാൾ ഓപ്ഷനും ഒരുമിച്ച് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ഞാൻ ഓൾറെഡി സെല്ല് ചെയ്തിട്ടുണ്ട്. ഞാൻ സെല്ല് ചെയ്തിട്ടുള്ള പ്രീമിയം ഏതാണെന്നൊന്ന് കാണിച്ചു തരാം. സോ ഒരു സ്ട്രാറ്റജി ബിൽഡറിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമ്മുടെ പൊസിഷൻ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. നമ്മൾ സെല്ല് ചെയ്യാൻ ഉദ്ദേശിച്ചത് സെൻസെക്സിൽ ഒരു 20 റുപ്പീസ് വരുന്ന പ്രീമിയമാണ്. അപ്പോൾ കോൾ ഓപ്ഷൻ്റെ ഔട്ട് ഓഫ് ദ മണിയിലുള്ള ഒരു 20 റുപ്പീസ് പ്രീമിയം ഞാൻ സെല്ല് ചെയ്തത് 81,500 സെല്ല് ചെയ്ത സമയത്തുള്ള പ്രീമിയം അറൗണ്ട് 20 റുപ്പീസാണ്. 81,500 കോൾ ഓപ്ഷൻ ഞാൻ സെല്ല് ചെയ്യുന്നു. അതുപോലെ തന്നെ പുട്ടിൻ്റെ ഒരു 20 റുപ്പീസ് പ്രീമിയം നോക്കിയ സമയത്ത് അത്യാവശ്യം ഫാർ അവേ എനിക്ക് പുട്ടിൻ്റെ 72,000 ഒരു പുട്ടിൻ്റെ ഇതും കൂടെ കിട്ടി. അത് രണ്ടും നമ്മൾ ഒരുമിച്ച് സെല്ല് ചെയ്യുകയാണെങ്കിൽ ഒരു ഷോർട്ട് സ്ട്രാങ്കിൾ പൊസിഷനിലായിരിക്കും നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ടാവുക. സോ അങ്ങനെ ഒരു ഷോർട്ട് സ്ട്രാങ്കിൾ പൊസിഷനിൽ എൻ്റർ ചെയ്യുന്നു. ഞാൻ പ്രീമിയം രണ്ടും 20 റുപ്പീസ് ആക്കിയിട്ട് എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നു. സോ അങ്ങനെ 20 റുപ്പീസ് ആയിട്ട് എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്ന ക്യാപിറ്റലിൻ്റെ പുറത്ത് 0.62% നമുക്ക് കിട്ടാൻ പോകുന്നത്. സോ ഞാൻ ഇവിടെ എൻ്റർ ചെയ്തത് ഒരു 3 ലോട്ടാണ്. എൻ്റെ മണി മാനേജ്മെൻറ്റ് അനുസരിച്ചിട്ട് ഞാനിവിടെ ഒരു 3 ലോട്ടിലേക്കാണ് എൻ്റർ ചെയ്തത്. സോ ഞാനിവിടെ മൾട്ടിപ്ലയർ ഒരു 3 ലോട്ടിലേക്ക് ആക്കി കൊടുക്കും. സോ അങ്ങനെ 3 ലോട്ടിലേക്ക് എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റലിൻ്റെ 0.62%, ആക്ച്വൽ ടൈമിൽ പറയുകയാണെങ്കിൽ 2,400 രൂപയാണ് എനിക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നത്. സോ ഞാനിവിടെ ഇനി ഇപ്പോൾ ഫ്രൈഡേ ഈവനിങ് ആണല്ലോ എൻ്റർ ചെയ്തത്. ഇനി ഫ്രൈഡേ ഉള്ള ഓഫും ശനിയും ഞായറും കഴിഞ്ഞിട്ട് മൺഡേ മാർക്കറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത്, സോ ഞാൻ എൻ്റെ ടാർഗറ്റ് ഡേറ്റ് മൺഡേയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. മൺഡേയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ക്യാപിറ്റലിന് 2,400 ഒരു 2,200 അല്ലെങ്കിൽ 2,300 രൂപയും ഓൾമോസ്റ്റ് മൺഡേ ഒരു ഫ്ലാറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും. നിലവിൽ നമ്മുടെ പ്രോബിലിറ്റി ഓഫ് പ്രോഫിറ്റ് കാണിക്കുന്നത് 99% ആണ്. ദെൻ ചാർട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 81,500 കോൾ ഓപ്ഷൻ സെല്ല് ചെയ്തു, 72,000 പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്തു. നമ്മൾ വിചാരിച്ച പോലെ ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് മൺഡേ വരെയെങ്കിലും, അല്ലെങ്കിൽ ഒരു മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ വരെയൊക്കെ കൺസോൾഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് എടുത്തിട്ട് ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മുടെ എക്സ്പയറി മെയ് 7 വരുന്നത്. മെയ് 7 വരെ ഹോൾഡ് ചെയ്യണം നിർബന്ധമില്ല. അതിന് മുമ്പ് തന്നെ നമുക്ക് കിട്ടാവുന്ന മാക്സിമം പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം. എനിവേ, അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് അവസാനിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളി, ശനി, ഞായറും കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച രാവിലെ എന്താണ് മാർക്കറ്റിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കാം. അങ്ങനെ മൺഡേ മോർണിംഗ് ആയിരിക്കുകയാണ്. 3 ദിവസത്തെ വീക്കെൻഡ് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. 4-ാം തീയതി നമ്മുടെ കേരള അസംബ്ലി ഇലക്ഷൻ റിസൾട്ട്
തകൃതിയായിട്ട് ചാനലുകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ മാർക്കറ്റിൻ്റെ അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സമയം ഇപ്പോൾ ഏകദേശം 9:15 ആയിട്ടുണ്ടല്ലേ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റും ഓൾമോസ്റ്റ് ഇതാ ഓപ്പൺ ചെയ്യാനായിട്ട് പോവാണ്. ടോട്ടൽ എൻ്റെ കയ്യിൽ നിഫ്റ്റിയുടെ ഒരു പൊസിഷൻസും കൂടെ ഉണ്ട്. സോ അങ്ങനെ ഒരു 1001 രൂപയുടെ പ്രോഫിറ്റ് ആണ് ഇപ്പോൾ കറൻ്റ് റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്താണ് അവസ്ഥ നോക്കാം. സോ നമ്മുടെ ചാനലുകാരോട് ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്കൊന്ന് ഉണ്ടാതിരിക്കാം. അറിയാം, എൻ്റെ ഒരു പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ UDF ഒരു 76 സീറ്റൊക്കെ വാങ്ങിയിട്ട് അധികാരത്തിൽ വരും എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പ്രഡിക്ഷൻ. BJPക്ക് ഒരു 2 സീറ്റും ബാക്കി സീറ്റ് LDFനും കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ അതവിടെ നിൽക്കട്ടെ, നമുക്ക് മാർക്കറ്റിൻ്റെ അവസ്ഥ നോക്കാം. മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. യെസ്, ഓൾമോസ്റ്റ് 9:15 ആയിട്ടുണ്ട്. യെസ്, നമ്മുടെ പ്രോഫിറ്റിലേക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ നമ്മൾ പ്രോഫിറ്റിലായിട്ടുണ്ട്. ബട്ട് നമ്മൾ നിഫ്റ്റിയുടെ പൊസിഷനും കൂടെ കൂട്ടിയിട്ടുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. എനിവേ നമ്മൾ എന്തായാലും സെൻസെക്സിൻ്റെ മാത്രം കാണിച്ചു തരാം, കാരണം അത് ആ ട്രേഡാണല്ലോ നമ്മളിവിടെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ സെൻസെക്സിൻ്റെ മാത്രം ട്രേഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി മാറ്റിയിട്ട് ഞാൻ സെൻസസ് ആക്കി കൊടുക്കുന്നു. 2805 രൂപയാണ് എനിക്ക് ടോട്ടൽ പ്രോഫിറ്റ് കിട്ടുക. അതിലൊരു 761 രൂപ പ്രോഫിറ്റിലാണ് റൺ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നല്ലൊരു മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് എന്നുള്ളത്. സോ ഞാൻ നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുകയാണെങ്കിൽ സെൻസെക്സ് നോക്കുകയാണെങ്കിലും ഒരു ചെറിയ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് നല്ലൊരു മോശമില്ലാതെ ക്യാൻഡിലായിരുന്നു, ഒരു വലിയ ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ട്. എനിവേ പ്രശ്നമില്ല, നമുക്ക് നമ്മുടെ പൊസിഷൻ എന്തായാലും പ്രോഫിറ്റിൽ തന്നെയാണ് റൺ ചെയ്യുന്നത്. ടോട്ടൽ നിഫ്റ്റിയുടെ പൊസിഷനും കൂടെ ഉണ്ട്, ഞാനതിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ടോട്ടൽ നമുക്ക് കിട്ടാൻ പോകുന്ന പ്രോഫിറ്റ് 2805 രൂപയുടെ പ്രോഫിറ്റാണ്. അതിൽ പുട്ട് ഓപ്ഷൻ മാർക്കറ്റ് അപ്സൈഡിലേക്ക് മൂവ്മെൻറ്റ് നടത്തിയത് കൊണ്ട് തന്നെ പുട്ട് ഓപ്ഷൻ പ്രോഫിറ്റിലാണ്. ബട്ട് കോൾ ഓപ്ഷൻ അവിടെ ചെറിയൊരു ലോസിലാണ് റൺ ചെയ്യുന്നത്. കാരണം ഒരു വീക്കെൻഡ് എഫക്റ്റ് ഒക്കെ ഉണ്ടായേക്കാം. 3 ദിവസത്തെ ഒരു ലോങ് വീക്കെൻഡ് വരുന്ന സമയത്ത് മാർക്കറ്റിൽ IV കുറവായിരിക്കും. സോ ആ ഒരു സമയത്ത് പ്രീമിയം കുറവാകാനും 3 ദിവസത്തെ അവധിക്ക് ശേഷം ഈ ഒരു സമയത്ത് IV സ്പൈക്ക് ആവാനുള്ള സാധ്യത ഉണ്ട്. വീക്കെൻഡ് എഫക്റ്റ് എന്ന് പറയും. സോ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കാം മേ ബി ഇവിടെ ഒരു മൂവ്മെൻറ്റ് വന്നിട്ടുള്ളത്. സെൻസെക്സിൽ ക്വാണ്ടിറ്റി കുറവാണല്ലേ. സോ 260 ക്വാണ്ടിറ്റി എടുത്തിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്. സോ ഇവിടെ പുട്ടിൽ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലുണ്ട്. ഇറ്റ്സ് ഓക്കെ. എന്തായാലും കോളിലും പുട്ടിലും ഒരുമിച്ച് ഒരേ ക്വാണ്ടിറ്റി പൊസിഷൻ എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ എന്തായാലും മാർക്കറ്റ് മോശമില്ല, നമുക്ക് ഫേവറായിട്ടൊക്കെ തന്നെയാണ് മൂവ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ മാർക്കറ്റ് അവിടെ മൂവ്മെൻറ്റ് നടത്തട്ടെ. എന്തായാലും നമ്മുടെ പൊസിഷന് കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് ഒക്കെ വെക്കാം. സെൻസെക്സ് ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല. സ്റ്റോപ്പ് ലോസും കൂടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഫ്രീ ആയിട്ട് നമുക്കിരിക്കാം. നമുക്ക് വേണമെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം, നമ്മുടെ ഇലക്ഷൻ റിസൾട്ട് ഒന്ന് കാണാം. ഇതിപ്പോൾ എപ്പോഴും ഉണ്ടാവില്ലല്ലോ, പലപ്പോഴല്ലേ ഇലക്ഷൻ റിസൾട്ട് വരുള്ളൂ. സോ അങ്ങനെ ഇരിക്കാൻ വിചാരിക്കുന്നു. സോ അങ്ങനെ മൺഡേ ട്രേഡ് അവസാനിച്ചിരിക്കുന്നു. ഇത് സെൻസെക്സിൻ്റെ ഒരു 5 മിനിറ്റ് ടൈം ഫ്രെയിമിലെ ചാർട്ടാണ്. സോ ഇന്നത്തെ ദിവസം അവസാനിച്ചു, അതായത് മൺഡേ അവസാനിച്ചു. ഇനിയുള്ളത് ട്യൂസ്ഡേ, വെനസ്ഡേ ആൻഡ് തേഴ്സ്ഡേ എക്സ്പയറി ഡേ ആണ്. സോ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഒരു കൺസോൾട്ടേഷൻ ആണ് വന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ പൊസിഷൻ വിചാരിച്ച പോലെ പ്രോഫിറ്റിൽ തന്നെയാണുള്ളത്. കറൻലി ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്ന പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ പുട്ടും കോളും ഒരേ ക്വാണ്ടിറ്റി ആക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ കോള് കുറച്ച് കുറവുണ്ടായിരുന്നല്ലോ, അതെന്തോ ഒരു മിസ്റ്റേക്ക് പറ്റി വിട്ടുപോയതാണ്. സോ കോളും കൂടെ പുട്ടും ഒരേപോലെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടലി ട്രേഡിന് കിട്ടാൻ പോകുന്നത് 2640 രൂപയാണ്. സോ അതിൽ 2300 രൂപയും ഇന്നത്തെ ദിവസം തന്നെ പ്രോഫിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ നാളെയോ മറ്റന്നാളോ ഒക്കെ കൂടിയിട്ട് മാക്സിമം പ്രോഫിറ്റ് എടുത്ത് ട്രേഡിന് എക്സിറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ഓൾമോസ്റ്റ് പൊസിഷൻ ഒക്കെ സേഫാണ്. തന്നെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ നാളത്തെ ദിവസം നാളത്തെ ഞാൻ എൻ്റെ ടാർഗറ്റ് ചൊവ്വാഴ്ചയിലേക്ക് ഷിഫ്റ്റ് ആക്കി കൊടുക്കുകയാണ്. ചൊവ്വാഴ്ച ഒരു 9 മണിക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ടൈം ഞാനിവിടെ മാറ്റി കൊടുക്കുന്നു. ഒരു 9 മണി മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ 9 മണി 10 മണി ആവുന്നതോട് കൂടിയിട്ട് തന്നെ മാക്സിമം പ്രോഫിറ്റ് നമുക്ക് ആസ് പെർ സ്ട്രാറ്റജി കിട്ടും. നമ്മുടെ പ്രോബിലിറ്റി ഓഫ് പ്രോഫിറ്റ് ഇപ്പോൾ 100% ആയിട്ടുണ്ട്. സോ വളരെ വലിയ നല്ല രീതിയിൽ പ്രോഫിറ്റ് ആകാൻ സാധ്യതയുള്ള സാധ്യത കൂടിയൊരു പൊസിഷനിലാണ് നമ്മളിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നെയ്ക്കഡ് ആയിട്ടുള്ള പൊസിഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സമാധാനത്തോട് കൂടിയിട്ട് ഈ ഒരു ട്രേഡിൽ ഇരിക്കാൻ പറ്റും. സോ നാളെ മറ്റന്നാൾ കൂടിയിട്ട് ട്രേഡ് എക്സിറ്റ് ചെയ്യും. അപ്പോൾ ഇനി അധികം ഒന്നും സംഭവിക്കാനില്ല. ഇനി വലിയ ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗൺ ഒന്നും മാർക്കറ്റിൽ സംഭവിക്കാനില്ല. ഇപ്പോൾ സമയം ഷൂട്ട് ചെയ്യുന്നത് ഏകദേശം 12 മണി ആയിട്ടുണ്ട് കേട്ടോ. സോ അവിടെ കറക്റ്റ് നാളെ എന്താണ് മാർക്കറ്റിൽ സംഭവിക്കാൻ പോകുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ് നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഒരു ഫ്ലാറ്റ് തന്നെയാണ്. എന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നിഫ്റ്റി എവിടെയാണോ ക്ലോസ് ചെയ്തത് അതേ റേഞ്ചിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. സോ നാളെ ഓൾമോസ്റ്റ് ഒരു ചെറിയ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങോ ആയിരിക്കും വരിക. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ പൊസിഷൻ കുറച്ചും കൂടെ പ്രോഫിറ്റിലേക്ക് മൂവ് ചെയ്യും. ചിലപ്പോൾ എക്സിറ്റ് ചെയ്തതിനെ കുറിച്ചോ
സോ അങ്ങനെ നമ്മുടെ പൊസിഷൻ ഒരു നിയർ മാക്സിമം പ്രോഫിറ്റിലേക്ക് എത്തുകയാണെങ്കിൽ ട്രേഡ് എക്സിറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കും. അപ്പോൾ ഇനി നാളത്തെ മാർക്കറ്റിൽ വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. സോ ഇപ്പോൾ സമയം ബുധനാഴ്ച ഏകദേശം ഒരു 10:30 ഒക്കെ ആയിട്ടുണ്ട്. നമ്മൾ ട്രേഡിൽ എൻ്റർ ചെയ്തിട്ട് ഒരു ട്രേഡിംഗ് ഡേ, 2 ട്രേഡിംഗ് ഡേ, മൂന്നാമത്തെ ട്രേഡിംഗ് ഡേയിലേക്കാണ് കടന്നിട്ടുള്ളത്. നമ്മൾ വിചാരിച്ച പോലെ തന്നെ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ മൂഡിലേക്കും പോയതുകൊണ്ട് നമ്മൾ മൺഡേ ട്രേഡിംഗ് റേഞ്ചാണ് ഞാൻ ഈ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. then അതുപോലെ തന്നെ ട്യൂസ്ഡേ, ഇന്നിപ്പോൾ വെനസ്ഡേ. സോ ഈ നാളത്തെ ഒരു തേഴ്സ്ഡേ കൂടെ എക്സ്പയറിയിലേക്ക് ഉണ്ട്. സോ ആ ഒരു ട്രേഡ് നമ്മൾ നാളത്തേക്ക് കൂടെ ഹോൾഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇന്ന് നമ്മൾ വിചാരിച്ച പോലെ മാർക്കറ്റ് കൺസോൾട്ടേഷൻ മൂഡിലേക്ക് പോയി. ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് മാർക്കറ്റ് ശക്തമായിട്ട് താഴേക്കോ അല്ലെങ്കിൽ ശക്തമായിട്ട് മുകളിലേക്കോ മൂവ്മെന്റ് വരാനുള്ള ചാൻസസ് കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 20 റുപ്പീസിന് സെല്ല് ചെയ്തിട്ടുള്ള ഈ ഓപ്ഷൻ പ്രീമിയം ഇപ്പോൾ വളരെ കുറഞ്ഞിട്ടുണ്ടാവും. നമുക്ക് കിട്ടാവുന്ന മാക്സിമം പ്രോഫിറ്റിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടാവും. അവിടെ പൊസിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, സെൻസെക്സിൽ നമുക്ക് കിട്ടാൻ പോകുന്ന മാക്സിമം പ്രോഫിറ്റ് 3263 രൂപയാണ്. അതിൽ ആൾമോസ്റ്റ് ഒരു 3000 രൂപയും പ്രോഫിറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി 200 റുപ്പീസിന് വേണ്ടിയിട്ട് നാളത്തെ ഒരു ദിവസത്തേക്ക് കൂടെ ട്രേഡ് കൊണ്ടുപോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും 20 റുപ്പീസിന് നമ്മൾ സെല്ല് ചെയ്തിട്ടുള്ള പ്രീമിയം ഇപ്പോൾ 1 രൂപ 35 പൈസ 2 രൂപയിലൊക്കെയാണ് ആസ് ഓഫ് നൗ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ഒരു ചെറിയ പ്രോഫിറ്റിന് വേണ്ടിയിട്ട് 2 ദിവസത്തേക്ക് ഹോൾഡ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ട്രേഡ് ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഫ്രീ ആയ ക്യാപിറ്റൽ എടുത്തുകൊണ്ട് അടുത്ത വീക്കിലേക്കുള്ള സെൻസെക്സിലേക്കുള്ള ഒരു ഷോർട്ട് സ്ട്രാങ്കിളോ അയൽ കോണ്ടോർ പൊസിഷനോ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ സെൻസെക്സിൽ ട്രേഡ് ചെയ്യുന്നു, ആ എക്സ്പയറി പ്രോഫിറ്റ് ആക്കിയിട്ട് അടുത്ത എക്സ്പയറിയിലേക്ക് പോകുന്നു. പാരലായിട്ട് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നു, നിഫ്റ്റിയിൽ ഒരു എക്സ്പയറി ട്രേഡ് ചെയ്യുന്നു, അത് അവസാനിപ്പിച്ചിട്ട് അടുത്ത ട്രേഡിലേക്ക് പോകുന്നു. അങ്ങനെ നമ്മൾ നിഫ്റ്റിയിലും സെൻസെക്സിലും മാത്രം വളരെ സേഫ് ആയിട്ടുള്ള പൊസിഷൻസ് മാത്രം എടുത്തിട്ട് കൃത്യമായിട്ട് മണി മാനേജ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, കൃത്യമായിട്ട് അതിനെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമ്മുടെ പൊസിഷൻ സൈസിംഗ് ഒക്കെ കറക്റ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പ്രോഫിറ്റ് ആകാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട്, കൂടുതൽ സമയമൊന്നും കൊടുക്കേണ്ട. കുറച്ച് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നമുക്ക് ക്യാപിറ്റലിൻ്റെ പുറത്തൊരു 1% ഒക്കെ പെർ വീക്ക് വളരെ റിസ്ക് ഫ്രീ ആയിക്കൊണ്ട് തന്നെ, അത്ര റിസ്ക് ഇല്ലാതെ, കമ്പാരിറ്റീവ്ലി നമ്മൾ ഓപ്ഷൻ ബൈയിങ് ചെയ്യുന്നതിൻ്റെയും ഇൻട്രാഡേ ട്രേഡിങ് ചെയ്യുന്നതിൻ്റെ ഒന്നും റിസ്ക് ഇല്ലാതെ തന്നെ നമുക്ക് പ്രോഫിറ്റബിൾ ആകാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി അടുത്ത ട്രേഡിലേക്ക് കിടക്കുകയാണ്. സോ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.